ഗൈസ്, കരം വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയ്ക്ക് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, വിനീത് ശ്രീനിവാസന പലവർക്കും പുള്ളി സിനിമ എപ്പോൾ എടുത്തു എന്നോ ഇങ്ങനൊരു സിനിമ പുള്ളി ഇറക്കണ കാര്യമോ ഇപ്പം ഇറങ്ങിയ കാര്യമോ പലവർക്കും അറിയില്ല. വിനീത് ശ്രീനിവാസൻ ഇങ്ങനൊരു സിനിമ ഇറക്കി എന്ന് പറയുമ്പോഴത്തേക്കും അതപ്പോൾ പുള്ളി മദ്രാസൊക്കെ വിട്ടാടേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ചധികം സിനിമകളായിട്ട് പുള്ളി ഫീൽ ഗുഡ്, ഫാമിലി എന്റർടൈനർ, റൊമാൻസ്, റോം കോം അങ്ങനത്തെ പല പല ജോണേഴ്സ് പിടിച്ചാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2012-13 എനിക്കറിയില്ല, കറക്റ്റ് വർഷം എനിക്കറിയില്ല. അന്ന് ഞാൻ ഭയങ്കര ചെറുതായിരുന്നു. അന്ന് ധ്യാനെ നായകനാക്കി, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടനെ നായകനാക്കി പുള്ളി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, തീര. അത് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് 2020 കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ആ സിനിമ ഇരുന്ന് മര്യാദയ്ക്ക് കാണുന്നത്. കണ്ടപ്പോൾ വാവ്, കിക്കിടിലൻ പടമാണ് അത്. അതിൻ്റെ കളക്ഷൻ ബേസിസോ കാര്യങ്ങളോ എങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ത്രില്ലർ ജോണറിലേക്ക് പുള്ളിക്ക് കടക്കാം. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു റൈറ്ററിനും ഡയറക്ടറിനൊക്കെ അങ്ങനത്തെ ത്രില്ലർ ജോണർ മൂവീസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം പുള്ളി തെളിയിച്ചതാണ്. അപ്പോൾ ആരെയും അറിയിക്കാതെ വലിയ ബോംബൊക്കെ ഇടാന്ന് പറഞ്ഞ് ബോംബിട്ടിട്ട് വലിയ ഇതൊന്നും ആവാത്തത് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെയും അറിയിക്കാതെ പുള്ളി ഒരു ആക്ഷൻ ത്രില്ലർ പടം സംവിധാനം ചെയ്തു ഗൈസ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ദൈവത്തിൻ്റെ കരം, ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ, റിട്ടൺ ബൈ നോബിൾ ബാബു തോമസ്. നമ്മുടെ ഹെലൻ, പിന്നെ ഇന്നാളിറങ്ങിയ ഫിലിപ്സ്, ഈ സിനിമയിലൊക്കെ ഉള്ള മച്ചാൻ നോബിള് മച്ചാനാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഇതിലെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നതും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വരാം. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ വിശാഖ് സുബ്രഹ്മണ്യം, മെരിലാൻഡ് സിനിമാസ്. ഇപ്പോൾ കഴിഞ്ഞു പോയ ഹൃദയമായാലും വർഷങ്ങൾക്ക് ശേഷമായാലും പ്രൊഡ്യൂസ് ചെയ്തത് പുള്ളി തന്നെയാണ്. പുള്ളിയും വിനീത് ശ്രീനിവാസനും കൂടിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറയാം, സിനിമാറ്റോഗ്രാഫി ബൈ ജോമോണ്ടി ജോൺ. ഓക്കെ, സിനിമാറ്റോഗ്രാഫി ബൈ ജോമോണ്ടി ജോൺ ആൻഡ് മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമേനെ കുറച്ചെങ്കിലും നമുക്ക് ഒന്ന് ബോധിപ്പിച്ച് ബോറടിപ്പിക്കാതെ ഇങ്ങനെ പിടിച്ചിരുത്തിയത്. ഷാൻ റഹ്മാൻ ആണോ തിരേന്റെ മ്യൂസിക് ചെയ്തതെന്ന് അറിയില്ല. അതിലൊരു കിടിലനൊരു സാധനമുണ്ട്, ഒരു മ്യൂസിക് ട്രാക്കും ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. തുടക്കം തൊട്ടേ മ്യൂസിക്കലി പടം ഹൈ ആണ്. ആൻഡ് സിനിമാറ്റോഗ്രാഫി ജോമോണ്ടി ജോണിന്റെ കാര്യം പറയുമ്പോൾ എന്തോരം കിടിലം ഫ്രെയിംസ് ആണ് ഇത് ചെയ്യുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് എനിക്കെന്തോ വായി കിട്ടണല്ലോ. അവര് പുറത്തെവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ബഡ്ജറ്റിനാണ് എടുത്തതെന്ന് പോലും എനിക്കറിയില്ല. പുറത്ത് ഒരു ഫോറിൻ കൺട്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് വായി വരുന്നില്ലടേ, സോറി. അപ്പോൾ കിണ്ണം കുറെ റിച്ച് ക്ലാസ് ഫ്രെയിംസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു ക്വാളിറ്റി പടമാണ്. നമുക്ക് ഒരു രീതിയിലും എന്താ പറയാ, ഒരിടത്തും ഒരു പോരായ്മ നമുക്ക് ടെക്നിക്കലി തോന്നിക്കില്ല. ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു പടം, ഹോളിവുഡ് പടം കാണുന്ന അതേ ഒരു ഫീലില് നമുക്കിരുന്ന് കാണാൻ പറ്റും. ഞാൻ ഈ സിനിമ കണ്ടത് നമ്മുടെ എറണാകുളം പത്മയിലാണ്. അവിടുത്തെ സ്ക്രീൻ വണ്ണിലാണ് ഞാൻ സിനിമ കണ്ടത്. അവിടുത്തെ സ്ക്രീൻ വൺ 4K വിത്ത് അറ്റ്മോസ് ആക്കി എന്ന് അറിഞ്ഞുകൊണ്ട് പോയതാണ്. അത് പൊളിച്ചു. കാരണം ഈ സിനിമ അറ്റ്മോസ് ഡിമാൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ജിഗ് ഇടിപ്പഞ്ചായിരുന്നു. ഇടിയിലായാലും മ്യൂസിക്കിലായാലും മൊത്തത്തിൽ നമുക്ക് ശരിക്കും ആ ഒരു അറ്റ്മോസ് ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായി. വനിതയൊക്കെ കാണുന്ന പോലെ തന്നെ. പക്ഷെ ഇപ്പോൾ ഇവിടെ പുതിയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് മുഴച്ച് കിട്ടും. ആ ഒരു രീതിയിൽ മ്യൂസിക് വൈസ് ആയാലും സിനിമാറ്റോഗ്രാഫി വൈസ് ആയാലും നമുക്ക് പടം നല്ല രീതിയിൽ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റും. പിന്നീട് എന്താണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം കുറെ കിടിലൻ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ മ്യൂസിക്കിന്റെ ഇടയിലൊക്കെ ഉള്ള മറ്റേ ബീറ്റിന്റെ സാധനങ്ങളായാലും ഇടീന്റെ സാധനമുണ്ട്. ഒരുത്തന്റെ നെഞ്ചാങ്കോട്ട അടിച്ച് പൊളിക്കണ ഒരു സാധനമുണ്ട് ഇന്റർവെല്ലിന്റെ സമയത്ത്. അതിന്റെയൊക്കെ സൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് കിടിലനായിട്ട് തന്നെ ഉണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം കൊണ്ടും കൊള്ളാം. അഭിനയിച്ചിരിക്കുന്നവർ നോബിൾ ബാബു തോമസ്, ഇവാൻ വുഗോമാനോവിക്, ഒരു ഫോറിൻ മച്ചാനാണ്.
അന്തർദേശീയ കളികളിലൊക്കെ ഉള്ള മച്ചാനായിരിക്കാം, എനിക്ക് ആരാന്നറിയില്ല. പുള്ളിയാണ് മെയിൻ വില്ലൻ. പിന്നെ നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജൻ ചേട്ടനുണ്ട്, ബാബുരാജ് ചേട്ടനുണ്ട്, ജോണി ആന്റണി ചേട്ടനുണ്ട്. അങ്ങനെ അവരൊക്കെ ഉണ്ട്. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ബാബുരാജ് ചേട്ടനാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ശ്വേത മേനോൻ സിനിമയിലുണ്ട്. അത് വളരെ കുറച്ച് ചെറിയൊരു പോർഷനിൽ മാത്രമേ ഉള്ളൂ, കുറച്ച് മാസ് കാണിക്കാനായിട്ട്. പക്ഷേ എമ്മില്ലാത്ത മാസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്ര മാസമൊന്നുമല്ലടായി, പക്ഷെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പിന്നെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന നടി ഔഡ്രി മറിയം, ആരെന്നറിയില്ല. പുള്ളിക്കാരി സിനിമയിലുണ്ട്. ഒരു തുടക്കമല്ലേ, അതിൻ്റെ എല്ലാം കാണുന്നുണ്ട്. പറയുമ്പോൾ നീ വല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാകുന്ന ചോദിക്കും. അപ്പോൾ അതാണ് ഔഡ്രി മറിയം, പുള്ളിക്കാരിയാണ് മെയിൻ ഒരു ഫീമെയിൽ ലീഡ്. പിന്നെ രേഷ്മ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു നടിയും കൂടിയുണ്ട്. അതിന് പിന്നെ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. സോ എൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, എന്താ പറയുക, മറ്റേ എന്തിനടെ സെക്സ് മാഫിയ ഇല്ലേ, സെക്സ് മാഫിയ എന്നാണ് അതിന് വേറെന്താ പറയുക, സെക്സ് റാക്കറ്റ് ആണ് സംഭവം. ഇവിടെ നിന്ന് ആൾക്കാരെ, പെണ്ണുങ്ങളെയൊക്കെ നല്ല വീട്ട് കുടുംബത്തിലൊക്കെ ഉള്ള പെണ്ണുങ്ങളെയൊക്കെ കടത്തി ഫോണിലൊക്കെ കൊണ്ടുപോയി പലവന്മാർക്കും വിറ്റ് അങ്ങനെ നടക്കുന്ന ഒരു കഥയാണ്. അതിലേക്ക് എങ്ങനെയാണ് നായകൻ വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഈ സിനിമയിൽ നായകൻ ഒരു മിലിറ്ററി ഓഫീസറാണ്. പുള്ളിക്ക് മറ്റേ എന്തിനാ കോർട്ട് മാർഷൽ കിട്ടി, പണി പോയി വീട്ടിലൊക്കെ വന്ന് പിന്നെ ഗേൾഫ്രണ്ടൊക്കെ ആയിട്ട് തെറ്റി, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. തുടക്കമൊക്കെ അങ്ങനെയാണ്, ഗേൾഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് പോലത്തെ ഒരു സീനും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം പുള്ളീൻ്റെ ഫാമിലി ലൈഫായിട്ട് പോകുന്നതും, പുള്ളി ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ ടൂർ എന്നല്ല, വേറൊരു രീതിയിലുള്ള ട്രിപ്പായിട്ട് ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിലോട്ട് പോവുകയും അവിടെ നടക്കുന്ന കുറച്ച് ട്വിസ്റ്റ് എന്നല്ല, കുറച്ച് കഥയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം മെയിൻലി എനിക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കുറച്ച് ക്ലീശയായിട്ട് തോന്നി. പിന്നെ ഇത് ഹോളിവുഡ് സ്റ്റൈലിൽ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ മലയാള പടത്തിനെ ഹോളിവുഡിൽ കൊണ്ട് കാണിക്കുകയാണ്. മലയാള ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ച് ഹോളിവുഡിൽ കാണിക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഭയങ്കര മുഴച്ചിപ്പെട്ടായിരുന്നു. കുറേ ഡയലോഗൊക്കെ നമുക്ക് ഒരുമാതിരി ക്രിഞ്ചടി വീണ പോലെയും. പിന്നെ ഒരുത്തനുണ്ട് കേട്ടോ, തുടക്കം മറ്റേ ഇൻ്റർവെൽ ബ്ലോക്കിലൊക്കെ വന്ന് ഇടി വാങ്ങിക്കണ ഒരുത്തനുണ്ട്. ഇവൻ്റെ മലയാളം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞ് കയറി വരും. സുഹൃത്തെ സാർത്തെ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ വരുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നി എന്നല്ലാതെ ചുമ്മാ പോയി കാണാൻ പറ്റിയ ഒരു ആക്ഷൻ ത്രില്ലർ പടം, ഇടിയൊക്കെ കണ്ടിരിക്കാൻ പറ്റണ. പിന്നെ എനിക്ക് വേറെ കാര്യം, കുറച്ചും കൂടി നല്ല നോബിൾ നല്ല നടനല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആക്ഷൻ റോളൊക്കെ ചെയ്യാൻ പുള്ളി നല്ല ആപ്റ്റാണ്, നല്ല ഫിസിക്കാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവര് ചെയ്യേണ്ട രീതി മാർക്കറ്റ് ചെയ്ത് പുള്ളി എഴുതി എന്നുള്ള കാരണം കൊണ്ട് പുള്ളി നായക ആവണം എന്നില്ല. വേറെ കുറച്ചും കൂടി സ്റ്റാർഡമൊക്കെ ഉള്ള, നമുക്ക് കുറച്ചും കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ പടം പൊളിക്കൂടെ എങ്ങനെയൊക്കെ കണ്ട് നമുക്ക് ഇതാകുന്ന ഒരു നായകൻ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഉള്ള ഒരു നായകൻ ഉണ്ടായിരുന്നെങ്കിൽ പടം വേറെ ലെവലിലോട്ട് കയറിപ്പോയനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ലാതെ വേറെ ഒന്നും പറയില്ലടേ. കൊള്ളാന്ന് വെച്ചാൽ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ നാലാളത്ത് ഇങ്ങനൊരു പടം ഉണ്ടോ, തിയേറ്ററിൽ വിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു സംഭവം മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയാനുള്ളതൊന്നുമില്ല. ചുമ്മാ പോവുക, കാണുക, പോപ്കോൺ മേടിക്കുക, ഇങ്ങനെ മടപടാന്നടിക്കുക, ഇങ്ങനെ സിനിമയും കണ്ടിട്ട് ചുമ്മാ ചില്ലായിട്ട് തിരിച്ചു വരിക. ഫാമിലിക്കൊക്കെ എത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, വിനീത് ശ്രീനിവാസൻ ഇന്നേ വരെ ചെയ്തില്ലാത്ത ഒരു രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഷുവർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീൻ്റെ സിനിമകളിലൊന്നും നമ്മൾ കണ്ടുപരിചയം പോലും ഇല്ലാത്ത, ഇതെടുത്ത വിനീത് ശ്രീനിവാസൻ ആണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള കുറേ വിഷ്വൽസും കുറേ സീൻ രംഗങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ബേസിസിലായാലും പിന്നീട് എന്താ പറയുക, ഈ ഫൈറ്റ് സീക്വൻസ് വയലൻസ് അതിൻ്റെയൊക്കെ കാര്യത്തിലായാലും പിന്നെ ഇൻറ്റിമസി സീൻസ് ആയാലും അങ്ങനത്തെ പല സീൻസ് കാണുമ്പോൾ നമ്മൾ ഇത് വിനീത് ശ്രീനിവാസൻ പടം തന്നെ ആണോടെ എന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. പക്ഷെ ശരിയാണ്, ചിലയിടത്തൊക്കെ കുറച്ച് പഞ്ചൊക്കെ ഉണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് സ്ട്രിക്റ്റ്ലി ഒരു ആവറേജ് പടമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് TV കണ്ട ഇത്ര പോലും കാണാൻ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. തിയേറ്ററിൽ കണ്ടുകൊണ്ടായിരിക്കും ആ ഒരു അറ്റ്മോസ്ഫറിക് എക്സ്പീരിയൻസ് കിട്ടിയത്. പക്ഷെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കണ്ട. ചുമ്മാ എൻ്റെ ഒരു
അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി. കൊള്ളാം, പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ആ ഒരു സ്ക്രീൻ പ്ലേ നൈസാണെങ്കിൽ പോലും അവരുടെ ഡയലോഗ്സ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും പുള്ളീൻ്റെ മുഖത്ത് ഒന്നും വരണില്ലേ, കാര്യം പറയണമല്ലോ, പറയുമ്പോൾ എന്ത് അപ്പോൾ അതാണ് സംഭവം. കുറച്ചും കൂടി നല്ല വല്ല നടന്മാരെയൊക്കെ വെച്ച് ക്ലബ് ചെയ്ത് വന്നിരുന്നെങ്കിൽ സിനിമ കുറേ കൂടി അടിപൊളിയാവുമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായവും ഒഴിച്ചു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ആക്ഷൻ പടമാണ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് കരം. ബൈ ബൈ. ഇനി അതാ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ ചിലപ്പോൾ കാണും, ഷെയ്ൻ നിഗത്തിൻ്റെ, അത് കാണുകയാണെങ്കിൽ പറയാം. ബൈ ബൈ.